കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കാലഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം കാണുവാൻ പരിശ്രമിച്ചത്. ഈ കഴിഞ്ഞ അടുത്ത എപ്പിസോഡുകളെല്ലാം ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്ത് പരിശുദ്ധ അമ്മ മെജ്ജുഗൊരി എന്ന ഗ്രാമത്തിൽ പ്രത്യേകമായ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചാണ് നാം കണ്ടത്. ഇന്നും മെജ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഏതാണ്ട് 10-45 എപ്പിസോഡുകൾ നമ്മൾ മെജ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. മെജ്ജുഗൊരിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എപ്രകാരമാണ് മെജ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ആരംഭിച്ചതെന്നും ആരെയാണ് പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷപ്പെടലിന് വേണ്ടി തിരഞ്ഞെടുത്തതെന്നും മെജ്ജുഗൊരിയുടെ പ്രത്യേകതകളും വിവിധ തരത്തിലുള്ള സന്ദേശങ്ങളും മെജ്ജുഗൊരി അപ്പരീഷനിലൂടെ സ്വർഗം എന്താഗ്രഹിക്കുന്നുമെന്നുമൊക്കെ ദീർഘമായി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാണുകയുണ്ടായി. തീർച്ചയായും ഇനി മെജ്ജുഗൊരിയിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ആർക്കും അറിയില്ല എന്ന് കേരള ജനത പറയാൻ പാടില്ല. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗൊരി അപ്പരീഷനെ കുറിച്ച് ചില വ്യക്തികൾ ചോദിച്ചു, ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും പരിശുദ്ധ അമ്മയുടെ അപ്പരീഷൻസിനെ കുറിച്ച് മെജ്ജുഗൊരിയിലെ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചൊക്കെ എന്നെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്രകാരം അമ്മയുടെ ഒരു പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അമ്മ ഈ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ വളരെ പ്രത്യേകമായ പ്രത്യക്ഷപ്പെടൽ മെജ്ജുഗൊരിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ 10-42 വർഷങ്ങളായി മുടങ്ങാതെയുള്ള അമ്മയുടെ ഇടപെടലുകൾ ഈ ലോകത്തിന് എത്ര പ്രാധാന്യമുള്ളതാണെന്നുമൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അങ്ങനെ മെജ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ലോകം മുഴുവനും അറിയണം. അത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. കാരണം അമ്മ പറഞ്ഞു, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുന്ന, ഇല്ലെങ്കിൽ ഒരു യുഗാന്ത്യത്തിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുന്ന ഒരു പ്രധാന ഒരുക്ക ശുശ്രൂഷയാണ് പരിശുദ്ധ അമ്മ മെജ്ജുഗൊരിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലത്തിൽ നമ്മൾ ഇത് നിസ്സാരമായി കരുതാൻ പാടില്ല. ചിലപ്പോൾ ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ എത്ര നാളായി കേൾക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് സ്വർഗത്തിൻ്റെ വിലമതിക്കാത്ത ചില സന്ദേശങ്ങൾ നമ്മൾ വിലയില്ലാതാക്കി കളയുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മെജ്ജുഗൊരിയിലൂടെ ഇന്ന് നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ എന്നുള്ള സന്ദേശം. നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ അടച്ചു കളയരുത്. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ദൈവീക സന്ദേശങ്ങൾക്കെതിരായി, ദൈവീക കാര്യങ്ങൾക്കെതിരായി
ദൈവത്തിനെതിരായി മനുഷ്യൻ ഹൃദയം അടച്ചു കളയുന്നു. മെഡ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ദൈവത്തിന് മുൻപിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ അടയ്ക്കരുത്, നിങ്ങൾ തുറവിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് മുൻപിൽ തുറന്നു കൊടുക്കുക. ദൈവത്തിന് മുൻപിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾക്ക് നമ്മുടെ ഹൃദയം തുറക്കാൻ പറ്റില്ല. നമ്മുടെ വീട് തുറക്കാം, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ തുറക്കാം. നമ്മുടെ ഹൃദയം തുറക്കണമെങ്കിൽ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് രക്ഷ, നിത്യരക്ഷ എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പായിട്ട് ലഭിക്കുന്നതല്ല, മറിച്ച് അത് വ്യക്തിപരമായി ലഭിക്കുന്ന കാര്യമാണ്. സ്വർഗീയ സൗഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തിപരമായി നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. കർത്താവ് കാൽവരി മലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് പാടുപീഡകൾ സഹിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിന് അർഹരാക്കിയെങ്കിൽ ആ നിത്യ സൗഭാഗ്യം, നിത്യരക്ഷ വ്യക്തിപരമായി ഞാൻ നേടിയെടുക്കണം. എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചതുകൊണ്ടോ പരിശ്രമിച്ചതുകൊണ്ടോ ഞാൻ നിത്യരക്ഷയിലേക്ക് എത്തപ്പെടാൻ നിർബന്ധമില്ല. എൻ്റെ അമ്മ പരിഹാരം ചെയ്തുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ ഞാൻ രക്ഷപ്പെടണം നിർബന്ധമില്ല. കർത്താവിൻ്റെ കരുണയിൽ ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവിനെ എന്നെ രക്ഷിക്കാം, അസാധ്യമല്ല. എന്നാൽ എനിക്ക് നിത്യരക്ഷ ഉറപ്പാക്കേണ്ടത് ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ ദൈവത്തോടുള്ള തുറവിയിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു നിത്യജീവിതം ഞാൻ അവകാശമാക്കണം, ഞാൻ കരസ്ഥമാക്കണം. അത് അവർ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഇവർ പ്രാർത്ഥിച്ചതുകൊണ്ടോ കാര്യമില്ല. ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ പരിശ്രമിക്കണം, ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മെഡ്ജുഗൊരിയിലൂടെ ആവശ്യപ്പെടുന്ന ഇപ്രകാരം, മക്കളെ, സൂര്യന് വേണ്ടി വസന്ത പുഷ്പങ്ങൾ കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഹൃദയങ്ങൾ തുറന്ന് കാത്തിരിക്കണം. എത്ര വലിയ ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ പറയുന്നത് നോക്കിക്കേ. ഇന്ന് നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടിയാണ് തുറന്നിട്ടിരിക്കുന്നതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നിട്ടിട്ടുണ്ട്. പല വ്യക്തികൾക്ക് വേണ്ടി, പല ബന്ധങ്ങൾക്ക് വേണ്ടി, പലതും നേടുന്നതിന് വേണ്ടി, പലതിലും എത്തപ്പെടുന്നതിന് വേണ്ടി, പലതും സ്വന്തമാക്കുന്നതിന് വേണ്ടി, പല കാര്യങ്ങൾക്കായി ഹൃദയം തുറന്നിട്ടിട്ടുണ്ട്. ചിന്തിക്കുന്ന പ്രകാരമാ, ഇന്ന് എൻ്റെ ഹൃദയം തുറന്നിട്ടിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണോ അതോ മറ്റേതെങ്കിലും സൃഷ്ടവസ്തുക്കൾക്ക് മുൻപിലാണോ? സൃഷ്ടാവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയം അടച്ച് സൃഷ്ടവസ്തുക്കൾക്ക് മുമ്പിൽ എൻ്റെ ഹൃദയം തുറന്നിട്ടിരിക്കുന്നത് അത് അപകടകരമാണ്. ഇതാണ് പരിശുദ്ധ അമ്മ മെഡ്ജുഗൊരിയിലൂടെ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം. ദൈവത്തിന് വേണ്ടി തുറവിയുള്ളവരായിരിക്കുവിൻ. ദൈവീക കാര്യങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥതപ്പെടരുത്. സൃഷ്ടാവിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിന്നെ സൃഷ്ടിച്ചവനെ, നിനക്ക് ജീവൻ നൽകിയവനെ, നിനക്ക് ജീവിതം നൽകിയവനെ കുറിച്ച് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകരുത്. ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയരുത്. എത്ര നാള് കേട്ടാലും, എത്ര നാള് ശ്രവിച്ചാലും വേണ്ടത്ര കേൾക്കാനോ ശ്രവിക്കാനോ സാധിക്കാത്ത വലിയ അമൂല്യമായ ഒരു നിധിയാണ് ദൈവം. ഈ ദൈവമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ അമ്മയിലൂടെ, എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം തുറക്കുവിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തുറവിയില്ലാത്ത ജീവിതമാണോ എൻ്റെ ജീവിതമെന്ന് പരിശോധിക്കണം. അതോ ദൈവത്തിന് വേണ്ടി ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടി, അതിന് ഒരു തുറവിയോടുകൂടി എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് പരിശുദ്ധം പറയുക, സൂര്യന് വേണ്ടി വസന്തകാല പുഷ്പങ്ങൾ കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് കാത്തിരിക്കണമെന്ന്. ഒരു ദൈവത്തിനോടുള്ള ഒരു തുറവിയാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരിൽ നിന്നും പരിശുദ്ധ അമ്മ ഇന്ന് മെഡ്ജുഗൊരിയിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, മക്കളെ, നിങ്ങൾ പിതാവായ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം. ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ,
ഈ എപ്പിസോഡിൽ ഞാനും നിങ്ങളും വളരെ കാര്യമായി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കണം. എപ്രകാരമാണ് പരിശോധിക്കേണ്ടത്? പിതാവായ ദൈവം എനിക്കാരാണ്? പുത്രനായ ദൈവം സ്നേഹന്മാരോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക, പരിശുദ്ധ അമ്മ മെജ്ജുഗോറിയയിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടു, പിതാവായ ദൈവത്തെ മക്കളെ നിങ്ങൾ കാര്യമായി സ്വീകരിക്കണം, പിതാവായ ദൈവത്തെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ പിതാവായ ദൈവവും ഞാനും തമ്മിലുള്ള എൻ്റെ ബന്ധം എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഒരുപക്ഷെ പിതാവായ ദൈവത്തെ സൈഡ് ലൈൻ ചെയ്തു പോകുന്ന ഒരു ജീവിത സാഹചര്യമുണ്ട്. നമ്മൾ ദേവാലയത്തിലൊക്കെ വരുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കും, രക്ഷകനാണ്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ പിതാവായ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന, പിതാവായ ദൈവത്തോടുള്ള ഒരു സ്നേഹം, പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന നിമിഷം, പിതാവേ എന്ന് വിളിക്കുന്ന ആ സ്വരം പലപ്പോഴും നമ്മളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ നിന്ന് ഇല്ലാതെ പോകുന്ന പ്രാർത്ഥനാ ജീവിതം, ശുശ്രൂഷ ജീവിതം ഒരുപക്ഷെ നമുക്കുണ്ടാകാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, പിതാവായ ദൈവമാണ് സർവവും. പിതാവായ ദൈവത്തിന് മുൻപിലാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കേണ്ടത്. പിതാവായ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കണം, പിതാവായ ദൈവത്തെ വിസ്മരിക്കരുത്, പിതാവായ ദൈവത്തെ മാറ്റി നിർത്തരുത്. പിതാവായ ദൈവം അവനാണ് നമുക്ക് സർവ്വതും. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഈ ഒരു പിതാവായ ദൈവത്തിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും പിതാവായ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ലത്തീൻ റീത്തിൽ നമ്മൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥന പ്രകാരമാണ്, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ എന്ന് പറഞ്ഞാണ് നമ്മൾ ബലി അർപ്പിക്കുന്നത്. ക്രിസ്തു വഴി പിതാവേ. എവിടെയാണ് അവസാനം പ്രാർത്ഥന എത്തുന്നത്? പിതാവിലാണ്. ആര് വഴി? ക്രിസ്തു വഴി. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, പിതാവായ ദൈവമാണ് സർവ്വതിൻ്റെയും സൃഷ്ടാവ്. പിതാവായ ദൈവമാണ് നമ്മുടെ എല്ലാം ദൈവം. ത്രിത്വൈക ദൈവം എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് ആളുകൾ അടങ്ങിയ കൂട്ടായ്മയാണ് നമുക്കറിയാം നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതിനാൽ പിതാവായ ദൈവത്തെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, പിതാവായ ദൈവവും ഇന്ന് ഞാനും തമ്മിലുള്ള ബന്ധം നമുക്ക് പരസ്പരം ഒന്ന് പരിശോധിക്കാം. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ ടോക്ക് കഴിഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവപിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, ദൈവപിതാവിനെ ആരാധിക്കണം, ദൈവപിതാവിനോട് ആലോചന ചോദിക്കണം, ദൈവപിതാവിനെ സ്നേഹിക്കണം. പിതാവായ ദൈവത്തോടുള്ള ഒരു ബന്ധം കൂടുതൽ ആഴപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. ഇത് മെജ്ജുഗോറിയിലൂടെ പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശമാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് മുൻപിൽ തുറക്കുവിൻ, അമ്മയുടെ സന്ദേശം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് തുറവിയുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മ പറയുകയാണ്, പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാനും പിതാവായ ദൈവത്തെ ആരാധിക്കുവാനും ദൈവപിതാവിനോടുള്ള വലിയൊരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് സഹായകനാണ്. അതുകൊണ്ടാണ് യോഹന്നാസ്നായുടെ സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്, സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സർവ്വം നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ സഹായിക്കും. അത് പരിശുദ്ധാത്മാവാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ സഹായിയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന് നിങ്ങളെ തന്നെ തുറന്നു കൊടുക്കുക. ആത്മാവിന് ഹൃദയം തുറന്നു കൊടുക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയങ്ങൾ തുറന്നു. പരിശുദ്ധാത്മാവിന് നമ്മൾ നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മളെ തുറവിയുള്ളവരാക്കി
മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നമ്മൾ ശരണപ്പെടണം. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും, നീ ഒരു മനുഷ്യനാണെങ്കിൽ, ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ക്ലേശങ്ങൾ നിനക്കുണ്ടാകും, സഹനങ്ങളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. നീ ചിന്തിക്കാത്ത രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന നിമിഷങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ പറയുന്നു, ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. തളരുവാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് നിരാശപ്പെടേണ്ടവനല്ല ക്രൈസ്തവൻ. എന്ത് സംഭവിച്ചാലും നിരാശ എന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത്. കാരണം നമുക്ക് സഹായകനായി പരിശുദ്ധാത്മാവുണ്ട്. അമ്മ ഉറപ്പു പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആയതിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സർവഭാരങ്ങളും, സർവ ദുഃഖങ്ങളും, സർവ ആകുലതകളും, സർവ അസ്വസ്ഥതകളും, വേദനകളും, കഷ്ടതകളും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുക, പരിശുദ്ധാത്മാവേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവേ നീ സഹായിക്കണം. ഇന്ന് രാവിലെ ഒരു വ്യക്തി സംസാരിച്ച് ഓർക്കുകയാണ്, 10-60 ലക്ഷം രൂപ കടമുണ്ട്, താങ്ങാൻ പറ്റുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്കിലും ഈ വ്യക്തി പറയുന്ന ഇപ്രകാരമാ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലല്ലോ, ദൈവം സഹായിക്കും. അത് വിശ്വാസമാണ്. 60 ലക്ഷം രൂപ കടം, വീട് ബുദ്ധിമുട്ടിലാണ്. കാരണം ഉണ്ടായിരുന്ന വീട്, ഒരു ചെറിയ വീടും ഒക്കെ ഉണ്ടായിരുന്നത് ബാങ്കുകാർ കൊണ്ടുപോയി. ഇനി വീട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല, ബുദ്ധിമുട്ടിലാണ്. എങ്കിലും ഹൃദയത്തിലുള്ള ആ ഒരു വിശ്വാസം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ, തമ്പുരാൻ സഹായിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് തുറവി എന്ന് പറയുന്നത്. ഇത്ര വലിയൊരു ഭാരം താങ്ങി നടക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ദൈവം സഹായിക്കും. നമുക്കൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്തിനു പ്രാർത്ഥിക്കുന്നു എന്നൊരു പ്രാർത്ഥന മടുപ്പ് തോന്നി മാറി നിൽക്കുന്നവരുണ്ട്. എന്നാൽ സ്വന്തം വീട് ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയിട്ടും വീണ്ടും 10-60 ലക്ഷം രൂപ ബാധ്യതയുണ്ടായിട്ടും ഈ മനുഷ്യൻ പറയുക, ദൈവം സഹായിക്കും. ഇതാണ് ദൈവത്തോടുള്ള തുറവി. കാരണം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സഹായം ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവത്തെ കൈവിടുവാൻ ഞാൻ തയ്യാറല്ല. ഇതാണ് ഈ വാക്കിൽ പ്രതിധ്വനിക്കുന്നത്. ദൈവത്തോടുള്ള തുറവിയുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വരം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവായ ദൈവം ശക്തിപ്പെടുത്തുന്ന ദൈവമാണെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, മക്കളെ, പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവത്തിന് മുൻപിൽ തുറവിയുള്ളവരാകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, നമ്മൾ രാവിലെ വൈകുന്നേരമൊക്കെ ചെല്ലുന്ന പ്രാർത്ഥന മാത്രമല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ എൻ്റെ ജീവിതം തന്നെ എൻ്റെ ഒരു പ്രാർത്ഥനയായി ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നു. പരിശുദ്ധ അമ്മ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു ദിവസവും സമയവും നിങ്ങൾ നിശ്ചയിച്ച് തീരുമാനിക്കണം. ഇപ്പം ഞാൻ ജോലിയൊക്കെ ചെയ്ത് ഓടി നടക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധ അമ്മ പറയുക, ഒരു ദിവസം നീ പ്രാർത്ഥിക്കാനായിട്ട് തന്നെ മാറ്റിവെക്കണം. ഒരു വെള്ളിയാഴ്ച ആയിക്കോട്ടെ, ശനിയാഴ്ച ആയിക്കോട്ടെ, ഞായറാഴ്ചയെങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി നീ മാറ്റിവെക്കുക. പ്രാർത്ഥിക്കുവാൻ സമയം നീ കണ്ടെത്തണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വൈകുന്നേരം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മളൊക്കെ പലരും നമ്മൾ ആത്മപരിശോധന നടത്താറുണ്ടല്ലോ. ആത്മപരിശോധന നടത്തുമ്പോൾ ചിന്തിക്കുന്ന ഇപ്രകാരം, ദൈവമേ ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്തു, അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എന്നാൽ എൻ്റെ തമ്പുരാനോടുള്ള ഒരു പ്രാർത്ഥനാ അനുഭവത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം സമയം മാറ്റിവെച്ചു. ഞാൻ ഈ ലോകത്തിൻ്റെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എന്നാൽ തമ്പുരാനോട് പ്രാർത്ഥനയിൽ ഒന്നിക്കുവാൻ, ഒരു പ്രാർത്ഥന അനുഭവത്തിന് വേണ്ടി ഞാൻ എത്ര സമയം മാറ്റിവെച്ചു എന്നൊന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ പ്രാർത്ഥനയിൽ
ദൈവത്തോട് ഒന്നിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുന്നു കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സമൃദ്ധമായി നിങ്ങൾക്ക് നേടിത്തരാൻ സാധിക്കുമെന്ന്. നമ്മുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ, നമ്മൾ ഏത് പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോഴും ഒരു സഹകരണത്തോടു കൂടി ദൈവത്തിന് നമ്മൾ ഹൃദയങ്ങളെ തന്നെ തുറന്നു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയുക, അമ്മ അത് ഏറ്റെടുക്കും. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയോട് അമ്മ അത് ചേർത്ത് വയ്ക്കും. എന്നിട്ട് അമ്മ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി സമർപ്പിക്കും. എന്നിട്ട് അമ്മ പറയുന്നു, ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരുവാൻ എനിക്ക് സാധിക്കും. അമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട്, അമ്മയ്ക്ക് അതിന് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് പ്രധാനപ്പെട്ട കാര്യപ്രകാരമാണ്. ഹൃദയങ്ങൾ ദൈവത്തിന് മുമ്പിൽ തുറക്കണം. ദൈവത്തിന് വേണ്ടി ഹൃദയങ്ങൾ തുറന്നു കൊടുക്കണം. പിതാവായ ദൈവത്തെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പുത്രനായ ദൈവത്തിന് ജീവിതങ്ങൾ സമർപ്പിക്കണം. പ്രാർത്ഥിക്കുവാനായി സമയം മാറ്റിവെക്കണം. മടുപ്പ് തോന്നരുത്, അസ്വസ്ഥത തോന്നരുത്. ഇപ്രകാരം ജീവിതത്തിൽ ദൈവീക ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മ നിരവധിയായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ദൈവത്തിൽ നമുക്ക് വാങ്ങിത്തരും എന്നുള്ള ഉറപ്പ്. അതാണ് ഇന്ന് മെജ്ജുഗരിയിലൂടെ നാം സ്വീകരിക്കുക. പരിശുദ്ധ അമ്മ പറയുകയാണ്, ദൈവത്തിന് വേണ്ടി ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുന്ന വ്യക്തികൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു തെറ്റിനെ കീഴ്പ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന്. ഏതെങ്കിലും ഒരു തെറ്റിനെ, ഏതെങ്കിലും ഒരു പാപത്തെ എല്ലാ ദിവസവും കീഴ്പ്പെടുത്താൻ നാം പരിശ്രമിക്കണം. എന്ത് വലിയ കാര്യമാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. നമ്മൾ ക്രൈസ്തവരാണെന്നും പറഞ്ഞ് പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്നും പറഞ്ഞ് പോകുന്നു, നമ്മൾ കൂദാശകളിലൊക്കെ പോകുന്നു. എന്നാൽ അനുദിനം നമ്മുടെ രഹസ്യ പാപങ്ങളെ കീഴ്പ്പെടുത്താതെ പള്ളിയിൽ ഒരു മനുഷ്യനും വീട്ടിൽ വേറൊരു മനുഷ്യനുമായി ജീവിക്കുന്ന ഒരു പാപ സാഹചര്യത്തിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് കപടതയാണ്. അതിൽ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നില്ല എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് താക്കീത് നൽകിയ. അതുകൊണ്ട് അമ്മ പറയുന്നു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും ഒരു തെറ്റിനെ, ഒരു തിന്മയെ, ഒരു പാപത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് ഒരു ബലിയായി സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയൊരു കാര്യമാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നത്. നമ്മളൊക്കെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാപങ്ങളുണ്ടാകാം. പെട്ടെന്ന് പോയി കുമ്പസാരിക്കും, വീണ്ടും ആ പാപം തന്നെ ചെയ്യും. പാപത്തിൽ നിന്ന് മോചനം നേടാൻ ഒരുപക്ഷെ പരിശ്രമിക്കുന്നില്ല, ചെയ്തു പോകുന്ന അതേ പാപങ്ങൾ. എന്നിട്ട് അമ്മ പറയുന്ന ഇപ്രകാരമാണ്, ആത്മീയ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ, സ്വർഗരാജ്യം നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ പാപത്തെ കീഴടക്കണം. അത് നമ്മൾ വ്യക്തിപരമായി പരിശ്രമിക്കേണ്ട കാര്യമാണ്. ഓരോ ദിവസവും ഒരു തിന്മയെ നീ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് പരിശുദ്ധ ഞാൻ പറയുക. അതിന് സാധിക്കും. പിന്നെ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ടല്ലോ, ദൈവം തന്നെ അതിനുള്ള ശക്തി നമുക്ക് നൽകുന്നുണ്ട്. ഇതാ തേളുകളുടെയും പാമ്പുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന അധികാരം തന്നിട്ടുണ്ട്. ഈ ചവിട്ടി നടക്കാനുള്ള പരിശ്രമമാണ് നമ്മളിൽ ഒരുപക്ഷെ പലപ്പോഴും കാണാതെ പോകുന്നത്. പാപത്തിന്റെ ചില സുഖങ്ങളിൽപ്പെട്ടു പോകുന്നു. എന്നാൽ ഈ പാപത്തെ കീഴടക്കാനുള്ള ഒരാഗ്രഹം അത് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മെജ്ജുഗരിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാ, പാപത്തെ കീഴടക്കുവാനുള്ള ഒരാഗ്രഹം ഉണ്ടാകണം. പാപമായിട്ട് കോംപ്രമൈസിൽ പോകുന്നതല്ല. ഓരോ ദിവസവും നീ ഓരോ പാപത്തെ കീഴടക്കി മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധ മെജ്ജുഗരിലൂടെ ആവശ്യപ്പെടുക. നിനക്ക് മുൻകോപമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഒരു ദിവസം നീ പലപ്പോഴും ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിന്റെ ആ ദേഷ്യം കുറച്ചു കൊണ്ടുവരാൻ നീ പരിശ്രമിക്കുക. എന്നിട്ട് അമ്മ പറഞ്ഞു, നീ ഒരു പക്ഷെ മറ്റുള്ള ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാതെ ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ വ്യക്തിയെ വല്ലപ്പോഴും നീ പോയി കാണണം, എന്തെങ്കിലും നല്ല കാര്യം അദ്ദേഹത്തോട് സംസാരിക്കണം.
ഇത് നീ നിന്റെ ആ പാപത്തെ കീഴടക്കുകയാ. നമ്മ പറഞ്ഞു, നിനക്കൊരു ബലഹീനതയുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല. പഠിക്കാൻ ഇരുന്ന എപ്പോഴും നിനക്ക് ഡിസ്ട്രാക്ഷനാണ്. ഈ ഒരു ബലഹീനത നിനക്കുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ പഠിക്കാൻ പരിശ്രമിക്കണം, പഠിക്കാൻ സമയം കണ്ടെത്തണം, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നീ ഇരുന്ന് പോയി പഠിക്കണം. ചിലപ്പോൾ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും, എങ്കിലും പുസ്തകങ്ങൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നോ ഒക്കെ നീ അതിന് ശ്രദ്ധിക്കാനായിട്ട് നീ പരിശ്രമിക്കണം. പിന്നെ കർത്താവ് പറയുന്ന പ്രകാരമാ, ഒരുപക്ഷേ ചില അഹങ്കാര തള്ളലുള്ള വ്യക്തികളെ പരിശുദ്ധ അമ്മ യജൂരിനോട് പറയുകയാണ്, ഉദാഹരണം പറയുകയാണ്, ചില അഹങ്കാര തള്ളലുള്ള വ്യക്തികളെ സ്വീകരിക്കാൻ നിനക്ക് വലിയ പ്രയാസമായിരിക്കും. നമ്മൾ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരം. നമ്മുടെയൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തള്ളൽ എന്ന് പറയല്ലേ, അവർ ചെയ്ത കാര്യങ്ങളെ പറയുള്ളൂ, മറ്റാരും എന്ത് ചെയ്താലും അതിലൊന്നും നന്മയില്ല. ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടും. അമ്മ പറയുക, അഹങ്കാര തള്ളലുള്ള ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ നീ സാധിക്കാത്ത ഒരു പോരായ്മ നിനക്കുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിച്ച് ആ വ്യക്തിയുമായി നീ സഹകരിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും നീ ഉപകാരം ചെയ്തു കൊടുക്കണം. അത് നീ എടുക്കുന്ന ഒരു പരിശ്രമമാണ്. അവരെ മാറ്റി നിർത്തിയല്ല, ഇവനെ മാറ്റി നിർത്തി, ഇവിടെ എപ്പോഴും ചുമ്മാ തള്ള എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ വ്യക്തിയോട് സ്നേഹപൂർവ്വം സഹകരിക്കണം. നമ്മൾ എളിമപ്പെട്ട ആ വ്യക്തിയോട് ചേർന്ന്, അതിന് അമ്മ പറയുന്ന ഇപ്രകാരം നീ എളിമയോട് കൂടി ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നീ അവനിലുള്ള അഹങ്കാരമല്ല, നിന്നിലുള്ള എളിമയാണ് വലുതെന്ന് നീ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നു എന്ന് അമ്മ പറയുകയാണ്. നീ എളിമപ്പെട്ട്, വളരെ പ്രയാസമായി ഇങ്ങനെയുള്ള വ്യക്തികൾ ഉൾക്കൊള്ളാൻ, നീ എളിമപ്പെട്ട് നീ ആ വ്യക്തിയെ സഹായിക്കുമ്പോൾ, ആ വ്യക്തിക്ക് എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ കർത്താവ് പറയും, പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്, ആ വ്യക്തിയിലുള്ള അഹങ്കാരമല്ല, നിന്നിലുള്ള എളിമയാണ് വലുത് എന്ന് നീ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് അമ്മ പറയുന്നു, മറ്റുള്ള ആരെങ്കിലും കുറ്റം പറയുന്ന ഒരു ശീലം നിനക്കുണ്ടെങ്കിൽ, നീ ഒരു ദിവസം ആരുടെയെങ്കിലും ഒക്കെ കുറ്റം പറയുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഒരു ദിവസം ഇന്ന് ഞാൻ ആരുടെയും കുറ്റം പറയുന്നില്ല തീരുമാനിക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ പാപത്തെ, ഓരോ തിന്മയെ കീഴടക്കി നീ ആത്മീയ ജീവിതത്തിൽ വലിയവളാകണം, വലിയവനാകണം. അങ്ങനെ ദൈവത്തിന് ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് നീ ദൈവമായിട്ടുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ത്രിത്വൈക ദൈവം നിന്നെ സ്വന്തമായി സ്വീകരിക്കും. നിന്റെ ഹൃദയത്തിൽ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് ലഭിക്കും. അങ്ങനെ നീ ദൈവത്തിന് നിന്റെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ദൈവം നിന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കും. ദൈവീക സ്വഭാവമുള്ള വ്യക്തിയായി നീ മാറുവാൻ തുടങ്ങും. ഈ ലോകത്ത് നീ ജീവിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മകനായി, മകളായി അറിയപ്പെടുമെന്ന് പരിശുദ്ധ അമ്മ ബെഞ്ചുവിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിലൂടെ ഈ വിലയേറിയ ഈ സന്ദേശം ഇന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുവാൻ. അങ്ങനെ ഓരോ ദിവസവും നമ്മളിലുള്ള കൊച്ചു കൊച്ചു പാപങ്ങളെ കീഴ്പ്പെടുത്തി വിശുദ്ധിയിൽ വളർന്ന് ദൈവീക സ്വഭാവമുള്ള മക്കളായി ജീവിച്ച് നിത്യരക്ഷയിൽ ദൈവത്തോട് ചേർന്നായിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിശ്രമിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ നമ്മളെ തന്നെ നമുക്ക് പിതാവുതനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന് സമർപ്പിക്കാം. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.